കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നൽകിയ ഏറ്റവും വലിയ ഉൾക്കാഴ്ചകളിലൊന്നാണ് വലിയ നോമ്പിൻ്റെ 2-ാം ദിവസമായ ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുല ചെയ്യരുത് എന്ന പഴയ നിയമത്തിലെ കൽപ്പനയെ യേശു പരിഷ്കരിക്കുന്നത് അതിൻ്റെ ബാഹ്യമായ പ്രവൃത്തിയെ നോക്കിയല്ല, മറിച്ച് ആ പ്രവൃത്തിക്ക് കാരണമാകുന്ന മനുഷ്യഹൃദയത്തിൽ ജനിക്കുന്ന വികാരങ്ങളെ നോക്കിയാണ്. പാപത്തിൻ്റെ ഭയാനകമായ വേരുകൾ പടരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രവൃത്തിയല്ല, പ്രേരണയാണ് പ്രധാനം. ലോകത്തിൻ്റെ നിയമപുസ്തകങ്ങൾ മനുഷ്യൻ്റെ കൈകളെയാണ് വിചാരണ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഹൃദയത്തെയാണ് അളക്കുന്നത്. ഒരാൾ സഹോദരൻ്റെ നെഞ്ചിലേക്ക് കഠാരയിറക്കുമ്പോൾ മാത്രമേ ലോകം അതിനെ കൊലപാതകം, അക്രമമെന്ന് വിളിക്കുന്നുള്ളൂ. എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് ആയുധം കയ്യിലെടുക്കുന്നതിന് എത്രയോ മുൻപേ ഹൃദയത്തിൽ വിദ്വേഷത്തിൻ്റെ കനൽ കോരിയിടുമ്പോൾ തന്നെ അവിടെ അക്രമങ്ങൾ നടന്നു കഴിഞ്ഞു എന്നാണ്. മണ്ണിനടിയിൽ ആരും കാണാതെ ആഴ്ന്നിറങ്ങുന്ന വേരുകളാണ് വൃക്ഷത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. സദൃശവാക്യങ്ങൾ 4:23 ഇപ്രകാരം പറയുന്നു: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വേരിൽ വിഷമുണ്ടെങ്കിൽ അതിൻ്റെ ശാഖകളിൽ അമൃത് വിളയുകയില്ല. നമ്മുടെ ഉള്ളിലെ ദുഷ്ചിന്തകൾ ആരും കാണാത്ത ആഴത്തിലുള്ള വേരുകളാണ്. അത് പുറപ്പെടുവിക്കുന്ന അക്രമങ്ങൾ അതിൻ്റെ വിഷഫലം മാത്രമാണ്. നമ്മുടെ ഹൃദയമാകുന്ന വേരുകളിൽ വിഷത്തിൻ്റെ അംശം ഒട്ടും പടരാതെ കാത്തു സൂക്ഷിക്കാം. നിശബ്ദമായ കൊലപാതകങ്ങൾ. ശാരീരികമായ അക്രമം മാത്രമല്ല പാപം. വാക്കുകൾ കൊണ്ടും മനോഭാവം കൊണ്ടും നാം നടത്തുന്ന നിശബ്ദമായ കൊലപാതകങ്ങളെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുന്നു. 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സഹോദരനെ ഭോഷൻ, നിസാരൻ എന്ന് വിളിക്കുന്നത് അവൻ്റെ ആത്മാഭിമാനത്തെ വെണ്ണീറാക്കുന്നതിന് തുല്യമാണ്. സഹോദരങ്ങളെ നിസാരരായി, ഭോഷരായി കാണാതെ നമ്മളോടൊപ്പം നമ്മളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ ഈ നോമ്പുകാലം ഇടയാക്കട്ടെ. അവസാനമായി പ്രാർത്ഥന, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ലേപനം. പാപത്തിൻ്റെ വേരുകൾ വീണ്ടും മുളയ്ക്കാതിരിക്കാനുള്ള ഏകമാർഗം നിരന്തരമായ പ്രാർത്ഥനയാണ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥന ഹൃദയമാകുന്ന തോട്ടത്തിലെ വിദ്വേഷത്തിൻ്റെ കളകളെ നശിപ്പിക്കുകയും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വിരിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ പാപത്തിന് അധികകാലം വസിക്കാനാവില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നമ്മുടെ രക്തം പുരണ്ട കൈകളല്ല, മറിച്ച് കയ്പുള്ള ചിന്തകൾ നിറഞ്ഞ നമ്മുടെ ഹൃദയങ്ങളാണ്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പ്രിയപ്പെട്ട വിശുദ്ധ കൂടാരങ്ങളാക്കി മാറ്റാം. പുറമേ കാണുന്ന നീതിബോധത്തേക്കാൾ ദൈവത്തിന് പ്രിയപ്പെട്ട ഹൃദയത്തിൻ്റെ നൈർമല്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് വരം ചോദിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.